പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പാഴാക്കിടാതൊറ്റ മാത്രയും അത്രയ്ക്ക് തന്നെ ഈ ജീവിതം, വേദനമുറ്റി തഴച്ചൊരു ജീവിതം സ്നേഹിച്ച് സ്നേഹിച്ച് സ്വാർത്ഥകമാക്കണം. സ്നേഹമില്ലാത്തുള്ള പ്രാർത്ഥന ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. സ്വന്തം അമ്മയെ അച്ഛനെയും നോക്കുക, മക്കളെ നോക്കുക. ഇതൊന്നും കഴിയാത്ത ആളുകൾ പള്ളിയിൽ അമ്പലത്തിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. പലിശക്കടം കൊണ്ട കാശിനാൽ കാശിക്ക് തീർത്ഥാടനം ചെയ്ത് പുണ്യം പെരുകുന്നവർ. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ശ്രേഷ്ഠ വസ്തുക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ശ്രേഷ്ഠ വസ്തുക്കളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം പ്രാർത്ഥന. മൊബൈൽ ഫോൺ വാങ്ങി സിം ഇട്ടു ചാർജ് ചെയ്തു വിളിക്കാൻ പറ്റുമോ? നമ്പറുണ്ട്. എന്ത് വേണം? അനുവാദം വേണം. അനുവാദം കൊടുത്തു. റേഞ്ച് ഉണ്ടാവണം. റേഞ്ച് വേണ്ടേ? റേഞ്ച് വേണം. ഈ റേഞ്ച് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോവും. ഇവിടെ കേൾക്കുന്നില്ല എന്ന് പറയില്ല. കൊച്ചേട്ടൻ പറഞ്ഞാല് കേൾക്കുന്നില്ല, കുറച്ച് വിട്ട് കേൾക്കുക എന്ന് പറയില്ലേ? ഉറക്കെ പറയേണ്ടി വരും. ഫോൺ പെട്ടെന്ന് ചൂടാവും. ഒരു വീട എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര. കരുണാകരൻ എന്ന് പറയുന്ന കരുണ കരമായിട്ടുള്ളവൻ. അത് ക്രിസ്തു ആകാം, കൃഷ്ണനാകാം, നബിയാകാം, ആരുമാകാം. നീ തിരുമൈ വിട്ട് അകലാത്ത ചിന്തയും. നിങ്ങളൊക്കെ ഉപവസിക്കില്ലേ? ഉപവസിക്കും. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത് വസിക്കുക എന്നർത്ഥം. അടുത്ത് വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരനോട് അടുത്ത് വസിക്കുക. ആ സത്യവും ധർമ്മവും ദയയും നീതിയും മുറുകെ പിടിക്കുക. എവിടാണെങ്കിലും, ലോകത്ത് എവിടാണെങ്കിലും അതിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തുണ്ടാവും? ഫുൾ റേഞ്ച് ഉണ്ടാവും. അകന്നു പോയാലോ റേഞ്ച് പോവും. ഇത്ര ഉള്ളൂ ഈശ്വര വിശ്വാസം. കേട്ടോ എന്നെ വെച്ചെഴുതി? ഇത്ര ഉള്ളൂ ഈശ്വര വിശ്വാസം.